ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ക്ലാറ്റ് UG 2020 എക്സാമിനേഷൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു റൂം, ആ ഒരു റൂമിൻ്റെ ഏരിയ, ആ റൂമിൻ്റെ വോള്യൂം, അതുപോലെ തന്നെ അതിനകത്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്ട്സ്, അതായത് ഒരു ടേബിൾ, ഒരു ചെയർ, ഒരു ബെഡ്, അതിൽ ഒരു ടേബിളിൻ്റെ മുകളിലുള്ള ബുക്സ്, ലാമ്പ്, ഇതെല്ലാമാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസ്. ഈ ഒബ്ജക്ട്സ് വെച്ചിട്ടാണ് അവർ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് വായിച്ച് നോക്കാം. A room having the dimensions as mentioned in the chart below has a table, a bed and a chair. There are 3 books kept on the table and also a lamp having radius 3.5 inch. Now on the basis of the information given below, answer the following questions. അപ്പോൾ നമുക്ക് 5 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഇൻഫോർമേഷനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത് എക്സാമിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഇൻഫോർമേഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കുകയാണെങ്കിൽ റൂമിൻ്റെ ലെങ്ത്ത് 18 ഫീറ്റ് ആണ്, റൂമിൻ്റെ ബ്രെഡ്ത്ത് 12 ഫീറ്റ്, റൂമിൻ്റെ ഹൈറ്റ് 12 ഫീറ്റ്. പിന്നെ അതുപോലെ തന്നെ ബെഡിൻ്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അങ്ങനെ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ടേബിളിൻ്റെയും അതുപോലെ തന്നെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ചെയറിൻ്റെയും ബുക്സിൻ്റെയും നമുക്ക് ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് തന്നിട്ടുണ്ട്. ലാമ്പിൻ്റെ നമുക്ക് 3.5 ഇഞ്ചാണ് ആ ലാമ്പിൻ്റെ റേഡിയസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻഫോർമേഷൻ ഒന്ന് അനലൈസ് ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വുഡ് ബി ദ ഏരിയ ഓഫ് ദ റൂം which is not covered by any of the object as mentioned above. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 3 ഒബ്ജക്ട്സ് ആണ് ബെഡ്, ടേബിൾ, ചെയർ. ഈ ബെഡ്, ടേബിൾ ആൻഡ് ചെയർ ആ റൂമിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫ്ലോറിൻ്റെ സർഫസ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ബെഡിൻ്റെയും ടേബിളിൻ്റെയും ചെയറിൻ്റെയും സർഫസ് ഏരിയ കൺസിഡർ ചെയ്യാതെ എത്ര ഏരിയ ആണ് ആ ഒരു ഫ്ലോറിൽ ഇനി ബാക്കിയുള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ദ റൂം കണ്ടുപിടിച്ചു. ലെങ്ത് ഇൻറ്റു ബ്രെഡ് 18 ഇൻറ്റു 12. റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിൻ്റെ സർഫസ് ഏരിയ ആണ് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ 18 ഇൻറ്റു 12 216 സ്ക്വയർ ഫീറ്റ്. ഇനി ഏരിയ ഓഫ് ദ ബെഡ് എന്ന് പറയുന്നത് 3.5 ഇൻറ്റു 6 21 സ്ക്വയർ ഫീറ്റ്. ഏരിയ ഓഫ് ദ ടേബിൾ 3 ഇൻറ്റു 4 12 സ്ക്വയർ ഫീറ്റ്. ഏരിയ ഓഫ് ദ ചെയർ 2 ഇൻറ്റു 2.5 5 സ്ക്വയർ ഫീറ്റ്. അങ്ങനെ നമ്മൾ റൂമിൻ്റെ ഏരിയ, ബെഡിൻ്റെ ഏരിയ, ടേബിളിൻ്റെ ഏരിയ, ചെയറിൻ്റെ ഏരിയ, എങ്ങനെയാണ് അത് ആ ഫ്ലോറുമായിട്ട് കണക്റ്റ് ആയി കിടക്കുന്നത് എന്നുള്ളതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ആ ഒരു റൂമിൽ ഈ ഒരു ഒബ്ജക്ട്സും കവർ ചെയ്യാത്ത എത്ര ഭാഗം ബാക്കിയുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മളിവിടെ ഏരിയ ഓഫ് ദ റൂം മൈനസ് ഏരിയ ഓഫ് ദ ബെഡ് പ്ലസ് ഏരിയ ഓഫ് ദ ടേബിൾ പ്ലസ് ഏരിയ ഓഫ് ദ ചെയർ, അതായത് ബെഡിൻ്റെയും ടേബിളിൻ്റെയും ചെയറിൻ്റെയും ഏരിയ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ റൂമിൻ്റെ ഏരിയയിൽ നിന്നും അത് സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 178 സ്ക്വയർ ഫീറ്റ്. ഈ വിധ ഒരു ഒബ്ജക്റ്റും കവർ ചെയ്യാത്ത ആ റൂമിൽ ബാക്കിയുള്ള ഏരിയ ആണ് 178 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാണ്. വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ടേബിൾ വിച്ച് ഇസ് അൺകവേർഡ് ബൈ എനി ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ടേബിളിൻ്റെ മുകളിൽ 3 ബുക്സ് ഇരിക്കുന്നുണ്ട് സൈഡ് ബൈ സൈഡ്. അതുപോലെ തന്നെ ഒരു ലാമ്പ് 3.5 ഇഞ്ച് റേഡിയസ് ഉള്ള ഒരു ലാമ്പും ആ ഒരു ടേബിളിന്മേൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടേബിളിന്മേൽ ആ ഒബ്ജക്ട്സ് കവർ ചെയ്യാത്ത എത്ര ഏരിയ ബാക്കിയുണ്ടെന്നാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളിവിടെ ആൻസേഴ്സ് നോക്കുകയാണെങ്കിൽ ഇഞ്ചിലാണ് എല്ലാ ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിൽ ഹാവ് ടു ഫൈൻഡ് ദി ആൻസർ ഇൻ ഇഞ്ചസ്. അപ്പോൾ 1 ഫീറ്റ് ഇസ് ഈക്വൽ ടു 12 ഇഞ്ച് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ ഏരിയ ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത് ഇൻ ഇഞ്ചസ്. അപ്പോൾ 3 ഫീറ്റ് ആയിരുന്നു. 3 ഇൻറ്റു 12 ഇൻറ്റു 4 ഇൻറ്റു 12, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതിൻ്റെ കൂടെ നമ്മൾ 12, അതായത് അതിനെ ഇഞ്ചസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു 12 കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1728 സ്ക്വയർ ഇഞ്ചാണ് നമ്മുടെ ടേബിളിൻ്റെ ഏരിയ. ഇനി ഏരിയ ഓഫ് ദ ബുക്ക് നമുക്ക് ഓൾറെഡി ഇഞ്ചസിലാണ് അതിൻ്റെ മെഷർമെൻറ്റ്സ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ 12 ഇൻറ്റു 6 72 സ്ക്വയർ ഇഞ്ചസ്. ഏരിയ ഓഫ് 3 ബുക്സ് 72 ഇൻറ്റു 3 216 സ്ക്വയർ ഇഞ്ചസ്. ഇനി നമ്മൾ ഏരിയ ഓഫ് ദ ലാമ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു റേഡിയസ് ആണ് തന്നിരിക്കുന്നത്, അതായത് ഒരു സർക്കുലർ പാർട്ട് ഓഫ് ദ ലാമ്പാണ് ടേബിൾ മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൈ ഇൻറ്റു 3.5 സ്ക്വയർ, സോ 3.14 ഇൻറ്റു 3.5 ഇൻറ്റു 3.5 നമുക്ക് കിട്ടുന്ന ഉത്തരം 38.465 സ്ക്വയർ ഇഞ്ചസ് ആണ്.
അപ്പോൾ നമ്മളിതെല്ലാം നമ്മൾ നേരത്തെ റൂമിൻ്റെ ഏരിയ ഒബ്ജക്ട്സ് കവർ ചെയ്യാത്ത ഏരിയ കണ്ടുപിടിച്ച പോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. 1728 മൈനസ് 216 പ്ലസ് 38.465. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1473.535 സ്ക്വയർ ഇഞ്ചസ് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ആൻസർ നോക്കുകയാണെങ്കിൽ അതിനോട് ഏറ്റവും ക്ലോസ് ആയിട്ട് കിടക്കുന്ന ആൻസർ സി ആണ്, 1473.52 സ്ക്വയർ ഇഞ്ചസ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഹൗ മെനി ടേബിൾസ് ആർ റിക്വയർഡ് ടു കവർ ദ ഫ്ലോർ സർഫസ് ഓഫ് ദ റൂം കംപ്ലീറ്റ്ലി? എത്ര ടേബിൾസ് വെച്ചാലാണ് റൂമിലെ ഫ്ലോർ സർഫസ് കംപ്ലീറ്റ്ലി കവർ ആവുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ നമ്മൾ റൂമിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. 18 × 12 216 സ്ക്വയർ ഫീറ്റ്. ഏരിയ ഓഫ് ദ ടേബിൾ 3 × 4 12 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ 216 ഡിവൈഡഡ് ബൈ 12 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 18 എന്നുള്ള നമ്പർ കിട്ടുക. 18 is the number of tables that is required to cover the floor surface of the room completely. ഇനി നമ്മൾ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഇഫ് ദി എൻറ്റയർ റൂം ഇസ് ടു ബി ഫിൽഡ് ബൈ ബുക്സ് ഹാവിംഗ് ദ സെയിം ഡയമെൻഷൻസ് ലൈങ് ഓൺ ദ ടേബിൾ ദെൻ ഹൗ മെനി ബുക്സ് ആർ റിക്വയർഡ്? അപ്പോൾ നമുക്ക് ഇവിടെ ഇഞ്ചസിലേക്ക് നമ്മുടെ റൂമിൻ്റെ വോള്യൂം കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വോള്യൂമിൻ്റെ ഫോർമുല അറിയാം. LBH, L × B × H. 1 feet is equal to 12 inch എന്നറിയാം. അപ്പോൾ നമ്മൾ വോള്യൂം ഓഫ് ദ റൂമാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. 18 × 12, അതായത് 12 എപ്പോഴും നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടണം. അപ്പോൾ 18 × 12 × 12 × 12 × 12 × 12. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 4478976 എന്നായിരിക്കും. ദാറ്റ് ഇസ് 44,78,976 ഇഞ്ച് എന്നാണ്, ഇഞ്ച് ക്യൂബ് എന്നാണ് നമുക്ക് വോള്യൂം ഓഫ് ദ റൂം കിട്ടുക. ഇനി വോള്യൂം ഓഫ് ദ ബുക്ക് എന്ന് പറയുന്നത് 12 × 6 × 3, അതിൻ്റെ ഡയമെൻഷൻ മൊത്തം ഇഞ്ചിലാണ്. അതുകൊണ്ട് നമുക്കത് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വിൽ ഗെറ്റ് 216 ഇഞ്ച് ക്യൂബ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ബുക്സ് വെച്ചാലാണ് ആ ഒരു റൂം കംപ്ലീറ്റ്ലി നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ 44,78,976 ഡിവൈഡഡ് ബൈ 216 ചെയ്യുമ്പോൾ 20,736 എന്നുള്ളതാണ് നമുക്ക് ആൻസർ കിട്ടുക. സോ 20,736 ബുക്സാണ് ആ ഒരു റൂം ഫില്ല് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത്. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. How many chair can be put inside the room so as to cover the entire floor area of the room? ഫ്ലോർ ഏരിയ കവർ ചെയ്യാൻ വേണ്ടി എത്ര ചെയറാണ് നമ്മൾ ആ ഒരു റൂമിൽ ഇടേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത് 18 × 12 216 സ്ക്വയർ ഫീറ്റ് ആണ്. ലെങ്ത് ഏരിയ ഓഫ് ദ ചെയർ എന്ന് പറയുന്നത് 2 × 2.5 വിച്ച് ഇസ് 5 സ്ക്വയർ ഫീറ്റ് ആണ്. സോ 216 ഡിവൈഡഡ് ബൈ 5 നമുക്ക് 43.2 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ നമ്മളത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളുടെ ക്ലോസസ്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എടുക്കുന്നത് 43 ആണ്, 43 chairs. So the number of chairs that is required to cover the floor area of the room is 43. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിതുപോലത്തുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കുറേ ട്രൈ ചെയ്യുക. ആൻഡ് ഐ വിൽ ബി ബാക്ക് വിത്ത് മോർ ക്വസ്റ്റ്യൻസ്. See you on my next video. Thanks for watching. Bye bye.